ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ലൊരു മഴ ദിവസമായിരുന്നു. ഇന്ന് മാത്രമല്ല, 3-4 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് കടയിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇന്നും കൂടെ പോകാൻ പറ്റിയില്ലെങ്കിൽ നാളെ തൊട്ട് പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് ചാടി ഇറങ്ങി. ആദ്യം ഒന്ന് ഇറങ്ങി, നല്ല മഴ, വീണ്ടും തിരിച്ചു കയറി. 7 മണിയൊക്കെ ആയപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് തോർന്നു, ചാടി ഇറങ്ങി. ഇന്ന് സൺഡേ ആണ്, കട അടക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും പോയി നോക്കാമെന്ന് കരുതി ചെന്നു. ഏതായാലും കട അടച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴേ ഒരു കാഴ്ച കണ്ട് ആപ്പിൾ വെച്ചേക്കുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നുപോയി. 1 കിലോ ആപ്പിളിന് 4 യൂറോ ഉണ്ടായിരുന്നു. 2 കൊട്ട വലിയത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാര് വാങ്ങിക്കുമെന്ന് പോലും അറിയത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഇവിടെ ആപ്പിൾ ട്രീ ഉണ്ട്. അതെല്ലാം പൊഴിഞ്ഞ് വീണ് അവരുടെ വീട് തന്നെ വൃത്തികേടായിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഇത് ആർക്ക് വേണ്ടിയാണോ എന്തോ. പിന്നെ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചുറ്റി നടന്നു. അധികം നേരം നിന്നില്ല, കാരണം അടുത്ത മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തണമല്ലോ, അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം നനഞ്ഞ് വരത്തില്ലേ. എപ്പോൾ ഇറങ്ങിയാലും ഇത് കണ്ടില്ലേ, റേഷൻ കടയിൽ നിന്ന് ഇറങ്ങണ പോലെ ആയിരിക്കും. 2 കയ്യിലും ഓരോ സഞ്ചി കാണും. പിന്നെ നമ്മൾ അവിടെ നിന്ന് കോണ്ടോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കിൻഡർ ജോയുടെ കോണ്ടോപ്പായിരുന്നു. സത്യം പറയാമല്ലോ, ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. മിൽക്കി ബാറിൻ്റെ ഒരു ലെയർ ഫസ്റ്റ് ഉണ്ടായിരുന്ന കാരണം അതിന് മാത്രം ടേസ്റ്റ്, താഴോട്ട് ഒരു ടേസ്റ്റും ഇല്ല. വെറുതെ പച്ചമാവ് കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതിൻ്റെ കുറ്റവും കുറവൊക്കെ പറഞ്ഞ് നടന്ന്, കാരണം അത് വലുതായിട്ട് അറിഞ്ഞില്ല. പിന്നെ നമ്മളതിൽ ഒരു സ്കൂളിൻ്റെ വാതിക്കൽ കൂടെയാണ് വന്നത്. അപ്പോൾ സ്കൂളിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കയ്യിലിരുന്ന കോണ്ടോപ്പിൻ്റെ കവറെല്ലാം അവിടെ കൊണ്ട് കളഞ്ഞു. നമ്മൾ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമാണ് ഈ നടരാജൻ വണ്ടിയിൽ പോകുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും തന്നെ കാറുണ്ടാവും. മിനിമം ഒരു കാറെങ്കിലും കാണും, ഇല്ലെങ്കിൽ സൈക്കിളെങ്കിലും കാണും. നമുക്കാണിത് രണ്ടുമില്ല. അപ്പോഴെപ്പം നടരാജൻ തന്നെ ശരണം. പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. സാധനങ്ങൾ കൂടുതൽ വേണമെങ്കിലും നമ്മളത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. കാരണം ഈ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്നാലും സാധനം ചുമന്നുകൊണ്ട് വരാൻ നേരത്ത് ഇതിന് ഭയങ്കര ദൂരം തോന്നും. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ടത് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ അവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ടായിരുന്നു. വെയിൽ കൊള്ളാൻ വന്നതാണെന്ന് തോന്നുന്നു, പക്ഷേ വെയിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്മച്ചിയോട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു അവിടെ അങ്ങ് നിന്നു. പിന്നെ അവിടെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.